ആലി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വളരെ ബന്ധപ്പെട്ട രണ്ട് താരങ്ങളാണ് നമ്മുടെ കൂടെ ഉള്ളത്, കൃഷ്ണപ്രസാദ് ആൻഡ് ഹേമദാസ്. അപ്പൊ ആലിയിൽ നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ രണ്ടും ഒരുമിച്ചാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് തോന്നുന്നത് അല്ലേ? അതെ, വാഴയിലും നമ്മൾ ഉണ്ടായിരുന്നു, പക്ഷെ സെപ്പറേറ്റ് ആണ്. സെപ്പറേറ്റ് ആണ്. ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ അടുത്ത് തന്നെ ചോദിക്കാം, എങ്ങനെയാണ്? വളരെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ് അല്ലേ? ഒരു എത്ര വർഷം? എനിക്ക് തോന്നുന്നു ഒരു 40 വർഷമായി. ശരിക്കും പറഞ്ഞാൽ 40 വർഷമായി തുടങ്ങിയിട്ട്. അപ്പൊ എങ്ങനെയുണ്ട് അഭിനയിച്ചപ്പോ? എനിക്കും ആളുടെ വൈഫായിട്ടാണ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ഇൻഡസ്ട്രിയില് നമ്മളൊക്കെ ചെറുപ്പത്തിലെ തൊട്ട് മീൻസ് ഏജിന്റെ അല്ല, നമ്മള് ചെറുപ്പത്തിലെ തൊട്ട് കാണുന്ന ഒരു കഥാപാത്രമാണ്. പല സിനിമകളിലും കണ്ട ഒരാളുടെ കൂടെ അഭിനയിക്കാൻ പോകുമ്പോ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോ അതെല്ലാം മാറി. ആ ഒരു സിനിമയുടെ ഒരു ലൊക്കേഷൻ തന്നെ ഒരു വീടായിരുന്നു. അതില് ഹസ്ബൻഡ് വൈഫ് ഒരു ഫാമിലിയുടെ കഥയാണ്. നായികയുടെ അച്ഛനും അമ്മയായിട്ടാണ്. കംഫർട്ടബിൾ ആയിരുന്നു. ആള് സപ്പോർട്ട് ചെയ്യും. നമ്മൾ ചെയ്യണതിൽ എന്തെങ്കിലും ഇതൊക്കെ എന്താ വെച്ചാൽ കറക്റ്റ് ചെയ്ത് നമ്മളോട് പറയും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ കൂടുതൽ നന്നാവും. എക്സ്പീരിയൻസ് ഉള്ള ഒരാള് നമുക്ക് പറഞ്ഞു തരുമ്പോ അതൊരു വലിയ ഇതാണ്. ഇപ്പൊ ചേട്ടനാണെങ്കിൽ കൂട്ടുകാരനായിട്ട് തുടങ്ങി അല്ലെ, അനിയനായി, ഇപ്പൊ അച്ഛൻ വേഷങ്ങളിലാണ് കൂടുതൽ എങ്കിലും പോകുന്നത്. ഞാൻ പറഞ്ഞു, ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചെറുപ്പത്തിൽ വന്നുകൊണ്ടാണ് 40 വർഷമായത്. അത്ര പ്രായമൊന്നുമില്ല. അല്ല, അതിന്റെ അല്ല, നമ്മള് ഞാൻ പറഞ്ഞല്ലേ വളരെ ചെറുപ്പത്തിൽ തന്നെ വന്നു എന്നുള്ളത് കൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. സിനിമ എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ടെക്നിക്കൽ സൈഡുകൾ ഒത്തിരി മാറുന്നു. അപ്പം കാലത്തിനനുസരിച്ച് പ്രാക്ടിക്കൽ സൈഡിൽ അല്ലല്ല. അപ്പം ആ മാറ്റത്തോടൊപ്പം നിൽക്കുക. അപ്പം നമ്മള് ഒരു 2-3 തലമുറയുടെ ആ മാറ്റം കണ്ടു. അത് ഒരു വലിയ ഭാഗ്യമാണ്. അപ്പൊ എന്തായാലും ഇത് ഒരു ചെറിയ പടമാണ്, ഒരു ഫാമിലി പടമാണ്, ഒരു നല്ല ഫാമിലി എന്റർടൈനർ ആയിട്ടുള്ള ഒരു മൂവിയാണ്. അപ്പൊ ഇത് ഞങ്ങള് കന്യാകുമാരിയാണ് നമ്മുടെ ലൊക്കേഷൻ. നല്ല ഭയങ്കര ഒരു തറവാടത്തുള്ള ഒരു വലിയ വീടും ഭയങ്കര നല്ല നല്ല ആംബിയൻസ് ഉള്ള ലൊക്കേഷൻ. പിന്നെ ഈ പറഞ്ഞ പോലെ വേറെ വലിയ ബഹളങ്ങളില്ലല്ലോ, വലിയ ഭയങ്കര തിരക്കുള്ള വേറെ ആൾക്കാരൊന്നും ഇല്ല, ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് വളരെ കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. യുവതാരങ്ങളൊക്കെ പുതിയ ആളുകളാണ്, കുറെ പുതിയ മുഖങ്ങൾ. പക്ഷെ നിങ്ങളാണ് കുറച്ച് സീനിയർ. അതെ, അല്ല ഇപ്പൊ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരു സിനിമ വിജയിക്കുക എന്ന് പറയുന്നത്, ഇപ്പൊ തന്നെ ഇത് ഓണത്തിന് റിലീസ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു റിസ്ക് ആണ്. കാരണം വലിയ സിനിമകളാണ്. അതെ, വമ്പൻ സിനിമകളുടെ ഇടയിൽ തിയേറ്റർ കിട്ടണം, അതോടൊപ്പം കാര്യങ്ങൾ. പക്ഷെ ഈ പറഞ്ഞില്ലേ, വലിയ ബഹളത്തിനിടയിൽ ഒരു ചെറിയ പടത്തിന് ചിലപ്പോ ഒരു സ്പേസ് കിട്ടാറുണ്ട് പലയിടത്തും. അപ്പൊ ആ സ്പേസ് ആണ് നമ്മൾ ഈ ആലിക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്നത്. നല്ലൊരു ഈ പറഞ്ഞില്ലേ, കന്യാകുമാരി എന്ന് മാത്രമല്ല, പിന്നെ അവര് UAE-ലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊരു എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്ത് പോയ ഒരു പടമാണ്. മലയാളം 2 ലാംഗ്വേജിലും ഇറങ്ങുന്നുണ്ട് ആ പടം. അപ്പം പിന്നെ ഒത്തിരി 7-8 പാട്ടുകളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പാട്ടുകൾ കുറവാണ് ശരിക്കും സിനിമയിൽ. പാട്ടില്ലാത്ത പടങ്ങളാണ് കൂടുതൽ. അതെ, അപ്പൊ അങ്ങനെ വരുമ്പോ ശരിക്കും ആ ഒരു രീതിയിൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ഈ പ്രാവശ്യത്തെ ഓണത്തിന് വലിയ ബഹളത്തിനിടയിൽ വലിയ താരങ്ങളുടെ എന്താ പറയാ കൊച്ചു സിനിമ അത് ഇതേ ഉള്ളെന്ന് തോന്നുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിനും ഒരു കണ്ണുവെക്കാൻ പ്രേക്ഷകർക്ക് സാധിക്കുമെന്നാണ് വിശ്വാസം.